കാസർഗോഡ് ജില്ലയിൽ നിർമ്മാണം പൂർത്തിയാക്കും മുൻപേ ടോൾ പിരിവിനൊരുങ്ങി ദേശീയപാത അതോറിറ്റി. സർവീസ് റോഡ് ഉൾപ്പെടെ അനുബന്ധ സൗകര്യങ്ങളൊന്നും ഒരുക്കാതെയാണ് പെരിയാർ ചാലിങ്കാലിൽ ടോൾ പ്ലാസയുടെ നിർമ്മാണം അതിവേഗത്തിൽ പൂർത്തീകരിക്കുന്നത്. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് കുമ്പളയിൽ അടച്ചുപൂട്ടിയ ടോൾ പ്ലാസയാണ് ചാലിങ്കാലിലേക്ക് മാറ്റി നിർമ്മാണം പുരോഗമിക്കുന്നത്. ചെങ്കള മുതൽ തളിപ്പറമ്പ് വരെയുള്ള ദേശീയപാതയിലെ രണ്ടാം റീച്ച് റോഡ് നിർമ്മാണ പ്രവർത്തനമാണ് പലയിടത്തും ഇഴഞ്ഞു നീങ്ങുന്നത്. പലയിടത്തും സർവീസ് റോഡുകൾ ഇല്ല. ഇതിനിടയ്ക്കാണ് വളരെ വേഗത്തിൽ പെരിയാർ ചാലിങ്കൽ പ്രദേശത്ത് ടോൾ പ്ലാസ സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നത്. പ്രദേശത്ത് പലയിടത്തും പ്രാദേശിക റോഡുകൾ പൂർണ്ണമായും അടയ്ക്കപ്പെട്ട നിലയിലാണ്. ദേശീയപാതയോരത്തെ വീടുകളിലേക്ക് പോലും വഴികളില്ല. കരാർ കമ്പനിക്കാരോട് ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു നടപടിയുമില്ല. എത്രയും പെട്ടെന്ന് ടോൾ പ്ലാസ നിർമ്മിക്കുകയും വേഗത്തിൽ ടോൾ പിരിവ് ആരംഭിക്കുകയും മാത്രമാണ് നിർമ്മാണ കമ്പനിയുടെ ലക്ഷ്യമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തനത്തിന് ഒരു വ്യക്തതയും ഇപ്പോഴില്ല. ആകെ ഇവിടെ നടക്കുന്ന പണി ഞങ്ങൾ കാണുന്നത് ഈ ടോൾ പ്ലാസ പ്രവർത്തനം പൂർത്തീകരിക്കാനുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സർവീസ് റോഡുകൾ ആ കാര്യത്തിലൊരു വ്യക്തതയില്ല. നേരത്തെ ഈ റോഡിൻ്റെ കിഴക്ക് വശത്തൂടെ ഒരു സർവീസ് റോഡിൻ്റെ പണി നടന്നിരുന്നു. അതിനുള്ള സ്ഥലം അവർ ഒഴിച്ചിട്ടിരുന്നു. ഒരു പകുതി വരെ അതിൻ്റെ പണി നടത്തി കഴിഞ്ഞിട്ട് അവിടെ കിഴക്കോട്ടൊരു റോഡുണ്ട്, ഒരു ഗ്രാമത്തിലേക്ക് പോകുന്ന ഒരു റോഡ്. അവിടെ ഏകദേശം 200-300ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ വരുന്ന റോഡ്, ആ അപ്രോച്ച് റോഡ് അല്ലെങ്കിൽ ആ സർവീസ് റോഡ് കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവർ കംഫർട്ട് സ്റ്റേഷൻ പണിതിരിക്കുന്നത്, അവിടെ ടോയ്ലറ്റ് കോംപ്ലക്സ് പണിതിരിക്കുന്നത്. അതുകൊണ്ട് ആ റോഡ് ഇല്ലാതായി. ഇപ്പോൾ തെക്ക് ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികൾ ഈ കിഴക്കുള്ള ഗ്രാമത്തിലേക്ക് എങ്ങനെ പോകും എന്നതിന് ഒരു വ്യക്തതയുമില്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചാൽ ഒരു ദിവസം കാണുന്ന ഉദ്യോഗസ്ഥനെ അടുത്ത ദിവസം കാണില്ല. അതെ, ഒരു ദിവസം ഒരു പണി നടക്കുമ്പോൾ അവിടുത്തെ ആൾക്കാരോട് നമ്മൾ സംസാരിച്ചാൽ അവർ ചില ഉറപ്പുകൾ തരും. രണ്ടാം ദിവസം അത് മാറ്റി പണിയുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിക്കാൻ ആദ്യം പറഞ്ഞ ഉദ്യോഗസ്ഥനെ കാണില്ല. രണ്ടാമത് കാണുന്ന ആളോട് ചോദിച്ചാൽ അത് ഞാനല്ലല്ലോ പറഞ്ഞത് എന്ന രീതിയിൽ അവർക്ക് തോന്നിയ പോലെ പണി നടക്കുകയാണ്. ഇതേ അവസ്ഥയാണ് റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ളതും. ഈ വടക്ക് നിന്ന് വരുന്ന വണ്ടികൾ നാഷണൽ ഹൈവേയിലൂടെ പോയി കേളോത്തോ അവിടെ എവിടെയെങ്കിലും ഉള്ള ഒരു യു ടേണിലൂടെ തിരിച്ചു വന്നാൽ ഇവിടെ വരെ വരാൻ വേണ്ടി റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സർവീസ് റോഡില്ല. ഡ്രെയിനേജിൻ്റെ പണി കൃത്യമായി നടന്നിട്ടില്ല. അതേപോലെ ഇപ്പോൾ ഡിവൈഡർ പൂർത്തിയായി കഴിഞ്ഞാൽ കിഴക്ക് ഭാഗത്തുള്ള ആളുകൾക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് എങ്ങനെ പോകാൻ, അല്പം ദൂരം പോയിട്ടായാലും ഇവിടെ എത്തണമല്ലോ, അതിനുള്ള സർവീസ് റോഡുകളോ ഒന്നുമില്ല. ഈ അവസ്ഥയിലാണ് ഇവരിപ്പോൾ ഈ ടോൾ പ്ലാസയുടെ പണി പൂർത്തീകരിച്ച് ജൂൺ 15 ടോൾ പിരിക്കാൻ തുടങ്ങുമെന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ കൃത്യത നമുക്കറിയില്ല. അത് ഏകദേശം പണികൾ പോകുന്ന രീതി കണ്ടിട്ട് അങ്ങനെ സംഭവിക്കുമെന്ന് തോന്നുന്നുണ്ട്. കാരണം സെൻസർ അടക്കമുള്ള കാര്യങ്ങൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. വടക്കോട്ട് പോകാനുള്ളത് അപ്പുറത്ത് അതേപോലെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങളുടെ മനസ്സിലിരിപ്പ്, ഞങ്ങൾ ആലോചിക്കുന്നത് റോഡിൻ്റെ പണിയും ഞങ്ങൾക്കുള്ള സൗകര്യങ്ങളും പൂർണ്ണമായും തയ്യാറാവാതെ ടോൾ പിരിക്കാൻ നാട്ടുകാർ അനുവദിക്കില്ല. നിലവിൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടോൾ പിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പക്ഷേ ഇവരെ ഇപ്പോൾ പ്രധാനമായ ലക്ഷ്യം ടോൾ പിരിക്കുക എന്നത് മാത്രമാണ്. ഇവിടെ റോഡിൻ്റെ പണി പൂർത്തിയാക്കണം എന്ന രീതിയിലേക്കുള്ള ഒരു വർക്കും ഇവിടെ നിലവിൽ നടക്കുന്നില്ല. പൂർണ്ണമായും ടോളിൻ്റെ പണി മാത്രമാണ്, ആ പണം പിരിക്കാനുള്ള പണി മാത്രമാണ് നിലവിൽ ഇവിടെ നടക്കുന്നുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് സൈഡിലും സർവീസ് റോഡ് ഉൾപ്പെടെ ഇവിടെ നിലവിലില്ല. അതിൻ്റെ പണി പോലും തുടങ്ങാതെയാണ് ഇവിടെ ടോൾ പിരിക്കാൻ ആവശ്യമായ രീതിയിലേക്കുള്ള ഇടപെടലുകൾ നടത്തുന്നത്. അതേപോലെ തന്നെ മുമ്പ് ഇവിടെ ഒരു വാർത്തയായ ഒരു സംഭവം ഉണ്ടായിരുന്നു. വലിയൊരു കുഴിയെടുത്ത് മണ്ണ് കൊണ്ടുപോയ ഒരു സംഭവം, ഒരു ജലബോംബ് എന്ന രീതിയിൽ വലിയ വാർത്ത വന്നൊരു സംഭവം. അവിടെ ഇപ്പോൾ പകുതി മണ്ണിട്ടതിന് ശേഷം ഇപ്പോൾ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ തള്ളി നാട്ടുകാരെ ദ്രോഹിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ നിലവിൽ ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. നാറ്റം കാരണം അവിടെ നിൽക്കാൻ വേണ്ടി പറ്റാത്ത ഒരവസ്ഥ കൂടി നിലവിൽ അന്നത്തെ സംഭവം ഉണ്ടായ സ്ഥലത്ത് ഉണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ എന്ത് തന്നെയായാലും റോഡിൻ്റെ പണി പൂർത്തിയാക്കാണ്ട് ഈ നാട്ടുകാർ ഒരിക്കലും ഇവിടെ ടോൾ പിരിക്കാൻ വേണ്ടി അനുവദിക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. നേരത്തെ കുമ്പളയിൽ ആരിക്കാടി പ്രദേശത്ത് വിപുലമായ രീതിയിൽ സ്ഥാപിച്ച ടോൾ ബൂത്ത് ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് നടപ്പിലാക്കാനായില്ല.
പ്രദേശത്ത് അടിസ്ഥാന സൗകര്യങ്ങളോ സർവീസ് റോഡുകളോ ഒരുക്കാതെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. തുടർന്നാണ് ടോൾ പ്ലാസ പെരിയ ചാലിങ്കാലിലേക്ക് മാറ്റിയത്. എന്നാൽ പെരിയ, കല്യോട്ട് തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകുന്ന സ്വകാര്യ ബസ് സർവീസുകൾ ഉൾപ്പെടെ ദേശീയപാത ടോൾ വഴി മാത്രമേ പോകാൻ കഴിയൂ. ഈ ഭാഗത്തെ ബസ്സുകൾക്ക് കല്യോട്ട് ഭാഗത്തേക്ക് പ്രവേശിക്കാൻ റോഡില്ല. മാത്രവുമല്ല, സ്വകാര്യ ബസ്സുകൾ പോകേണ്ട സർവീസ് റോഡുകൾ ഒന്നും തന്നെ ഈ ഭാഗത്ത് പൂർത്തിയായിട്ടില്ല. അതിവേഗത്തിൽ ടോൾ പിരിക്കുക എന്നത് മാത്രമാണ് കമ്പനി ലക്ഷ്യമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ക്യാമറയും സ്കാനറും ഉൾപ്പെടെ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. ട്രാക്കുകളും തയ്യാറായി. ജൂൺ മാസത്തിൽ തന്നെ ടോൾ പിരിവ് ആരംഭിക്കാനാണ് കമ്പനിയുടെ ശ്രമം. സർവീസ് റോഡുകൾ ഉൾപ്പെടെ നിർമ്മിക്കാതെ ടോൾ പിരിവ് അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. ചാലിങ്കാലിൽ നിന്ന് KV സുനിൽകുമാർ, സിറ്റി ന്യൂസ്.